കുടിവെള്ളത്തിനായി ആകെയുണ്ടായിരുന്ന കിണർ കഴിഞ്ഞ മഴക്കാലത്ത് പൂർണ്ണമായും കുടുങ്ങിത്താഴ്ന്ന് പുനർനിർമ്മിക്കുന്നതിനായി സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് മുട്ടാത്ത വാതിലുകളില്ല, കയറിയിറങ്ങാത്ത ഓഫീസുകളില്ല. സഹായം ആവശ്യപ്പെടാൻ ഇനിയാരും ബാക്കിയില്ലാതിരുന്ന അവസ്ഥയിൽ ഭിന്നശേഷിക്കാരായ 2 മക്കളും വൃദ്ധയായ മാതാവുമൊപ്പം ക്യാൻസർ രോഗി കൂടിയായ ഒരമ്മ അവസാനാശ്രമമായി കണ്ടത് SOC എന്ന ഗ്ലോബൽ മലയാളി സംഘടനയെയാണ്. സന്മനസ്സുകളുടെ സാന്നിധ്യത്താൽ സമ്പന്നമായ ടീം SOCയിലെ സന്മനസ്സുകൾ ഈ കുടുംബത്തിന്റെ ദുരവസ്ഥ തങ്ങളുടെ കൂടി ദുരിതമായി കരുതി മനസ്സറിഞ്ഞു തന്നെ സഹായിക്കുകയുണ്ടായി. ഒരു പൂ ചോദിച്ചു വന്നപ്പോൾ പൂന്തോട്ടം തന്നെ നൽകിയെന്നതുപോലെ കിണർ പുനർനിർമ്മിച്ചതോടൊപ്പം ഒരു മോട്ടോറും വാട്ടർ ടാങ്കും കൂടി സ്ഥാപിച്ച് നൽകുവാൻ ഞങ്ങൾക്ക് സാധിച്ചത് മനുഷ്യത്വം കൈവിടാത്ത മാനവർ SOCക്കൊപ്പം ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ്. എല്ലാവർക്കും നമസ്കാരം. ആഘോഷങ്ങൾ മനുഷ്യ സഹജമാണ്. നമ്മുടെ ഈ ഓണത്തിന് ടീം SOCയുടെ ഒരു വലിയ പ്രോജക്റ്റ്, അതായത് ഒരു കർമ്മം എന്ന് വെച്ചാൽ ശ്രീമതി ലീലാംബിക ചേച്ചി 6ാം വാർഡിൽ താമസക്കാരിയായ ശ്രീമതി ലീലാംബിക ചേച്ചിയും കുടുംബത്തിനും കുടിവെള്ളം എത്തിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ദൗത്യം. അതിനു വേണ്ടിയിട്ട് നമ്മുടെ SOCയിലെ, അതായത് ലോക മലയാളി ഗ്രൂപ്പായ SOCയിലെ എല്ലാ അംഗങ്ങളും കോൺട്രിബ്യൂട്ട് ചെയ്തു. ആദ്യം അവർ പറഞ്ഞത് അവരുടെ ഈ കിണർ വൃത്തിയാക്കി ഒന്ന് കൊടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. നമ്മുടെ ലോകമെമ്പാടുമുള്ള നമ്മുടെ SOC പ്രവർത്തകർ മനസ്സ് വെച്ചപ്പോൾ നമുക്ക് അവർക്ക് പമ്പ് സെറ്റ് വെച്ച് കുടിവെള്ളം നൽകുവാനും കഴിഞ്ഞു. ഇതിന് പിന്നിൽ ഇവിടുത്തെ ഈ അമ്മയ്ക്ക്, ഈ ലീലാംബിക എന്ന് പറയുന്ന അമ്മ ക്യാൻസർ പേഷ്യൻ്റാണ്. ഒരു വയസ്സായ അമ്മയുണ്ട്. 2 ഓട്ടിസം ബാധിച്ച കുട്ടികളാണ് അവർക്കുള്ളത്. യാതൊരുവിധ നിവൃത്തിയും അവരെ കൊണ്ട് ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ ആണ് ഞങ്ങൾ ഈ ദൗത്യം ഏറ്റെടുത്തത്. ടീം SOCക്ക് വളരെ വളരെ അധികം അഭിമാനം ഉള്ള ഒരു കാര്യമാണ് നമ്മൾ ഈ ചെയ്തത്. കുടിവെള്ളം ഓണത്തിന് അവർക്ക് എത്തിക്കാൻ കഴിഞ്ഞതിൽ നമ്മൾ സംതൃപ്തരാണ്. എല്ലാവർക്കും ഓണാശംസകൾ. അമ്മയ്ക്ക് പറയാനുള്ളത് ഇത് തന്നെ. കുടിവെള്ളത്തിന് കരഞ്ഞിട്ടുണ്ട്. ഒരു തുള്ളി വെള്ളം കോരി കുടിക്കാൻ നിവൃത്തിയില്ലാത്തതല്ലേ. ഈ അടുത്ത കാലത്തൊന്നും ഇതിന് ഒരിക്കൽ പോലും മരിച്ചിട്ടില്ല. സത്യം. സന്തോഷായില്ലേ? വിഷമിക്കണ്ട, ഇനി വിഷമിക്കണ്ട. നമ്മള് വെള്ളം എത്തിച്ച് തന്നില്ലേ? SOCയിലെ ആൾക്കാർ വന്ന് കണ്ട ഉടനെ തന്നെ നമ്മളെ ബുദ്ധിമുട്ടും വിഷമം അറിഞ്ഞ് അവർ കൂടുതൽ താമസഫലം വെക്കാതെ ഇത്രയും പെട്ടെന്ന് തന്നെ അവർ കിണർ ശരിയാക്കുകയും അതിനോടൊപ്പം തന്നെ നമ്മളെ ബുദ്ധിമുട്ടും വിഷമങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് വെള്ളം കോരണ്ടെന്നുള്ള രീതിയിൽ ചെയ്ത SOCയിലെ ഓരോ നല്ല പ്രവർത്തകർക്കും ഞാനും എൻ്റെ കുടുംബവും നന്ദി പറയുകയാണ്. നമ്മളിത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. ഒരു കിണർ വൃത്തിയാക്കണമെന്നുള്ള പ്രതീക്ഷ മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഒരു സഹോദരനെ പോലെ അവിടെ നിന്നുകൊണ്ട് ചേച്ചിക്ക് ഇനി എന്താണ് ആവശ്യം എന്ന് ചോദിച്ചപ്പോൾ എന്ത് പറയണമെന്നറിയാതെ ഞാൻ ഒത്തിരി നേരം അത് പറഞ്ഞറിയിക്കാൻ പോലും പറ്റാത്തൊരു ഇതായിരുന്നു എനിക്ക്. ഞാൻ പറഞ്ഞു, എനിക്ക് വേറൊന്നും വേണ്ട, കിണർ വൃത്തിയാക്കി തന്നല്ല. അത് മാത്രമല്ല, അമ്മാനി വെള്ളമൊന്നും കോരണ്ട, വയസ്സായവരല്ലേ, കൊച്ചുങ്ങളും വയ്യാത്തവരല്ലേ. അതുകൊണ്ട് ഇത്രയും സഹായങ്ങൾ ചെയ്ത് പമ്പ് സെറ്റ് വെച്ച് മോട്ടറൊക്കെ വെച്ച് തന്നപ്പോൾ നമുക്ക് വെള്ളം ഇനി കോരേണ്ട അവസ്ഥയില്ല. വെള്ളം പൈപ്പ് വഴി തന്നെ എടുക്കാൻ ആ ഒരു അവസ്ഥയിൽ ഉണ്ടാക്കി തന്നതിന് SOC പ്രവർത്തകരും എല്ലാവർക്കും നമ്മൾ നന്ദി പറയുകയാണ്. SOC മെമ്പറായതിൽ ഞാനിതിൽ വളരെയധികം അഭിമാനിക്കുന്നു. കാരണം വൃദ്ധ മാതാപിതാക്കൾ 2 പേര്, 2 മക്കൾ ഓട്ടിസം ബാധിച്ചത്, അവർക്ക് ആണുങ്ങൾ ആരും തുണയായിട്ടില്ലാത്ത ഈ സാഹചര്യത്തിൽ അവരുടെ കിണറിടിഞ്ഞ് വീണ് അങ്ങനെ ഒരു അപേക്ഷ ലഭിക്കുക. അതിനുവേണ്ടി നമ്മൾ ഗ്ലോബൽ മലയാളി സംഘടനയായ SOCക്ക് അപേക്ഷ ലഭിക്കുകയും അതിൻ്റെ പേരിൽ പ്രവർത്തിച്ച എല്ലാ തരങ്ങൾക്കും 100 നിറവിൽ എന്ന പദ്ധതിയിലുള്ളവർക്കും കേരളത്തിലും പുറത്തുമുള്ള എല്ലാ മലയാളികൾക്കും സ്നേഹം നിറഞ്ഞ നന്ദിയും ഓണാശംസകളും നേർന്നുകൊള്ളുന്നു. ചെയർമാൻ ദിലീപിന് ഇവിടെ പങ്കെടുത്ത ഒരു കമ്മിറ്റിയിൽ ഈ അപേക്ഷ സമർപ്പിക്കുകയും അദ്ദേഹം ഇത് ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യുകയും ഒരാഴ്ചക്കകം തന്നെ അദ്ദേഹം നമ്മളെയും വിളിച്ചുകൊണ്ട് ഇവിടെ വന്ന് സ്ഥലം സന്ദർശിക്കുകയും എന്നാൽ ഇത് നമുക്ക് എത്രയും പെട്ടെന്ന് ശരിയാക്കണം എന്ന് എന്നോട് പറഞ്ഞ് ഇതിന് വേണ്ട വളരെ പ്രയത്നം ചെയ്തതിന്റെ പേരിലാണ് നമുക്ക് എത്രയും പെട്ടെന്ന് സാധിച്ചെടുക്കാൻ കഴിയും. കേരളത്തിന് പുറത്തും മറുനാട് മലയാളികൾ പോലും ഈ സംരംഭത്തിന് അകമൊഴിഞ്ഞ് സഹായങ്ങൾ ചെയ്ത് പിന്നെ കുടിവെള്ളം എത്തിച്ചു കൊടുക്കുക. നമ്മളൊക്കെ ആർഭാടപൂർവ്വം കുളിച്ച് കളിച്ച് രസിച്ച് നടക്കുന്ന ഈ ഓണക്കാലത്ത്
അവരുടെ എന്താണ് സന്തോഷം കാണും, നമ്മുടെയും സന്തോഷം എന്ന് കരുതിയാണ് എത്രയും പെട്ടെന്ന് നമ്മൾ ഓണത്തിന് മുമ്പേ ധൃതി പിടിച്ച് ഈ ഒരു സംരംഭം പൂർത്തീകരിച്ചു കൊടുക്കാൻ. ഇവിടെ ഇവർക്ക് കുടിവെള്ളം നമ്മൾ എത്തിച്ചു കൊടുക്കുക മാത്രമല്ല, ഇവർക്ക് ഇനി വെള്ളം കിണറ്റിന്ന് കോരിയെടുക്കാൻ ബുദ്ധിമുട്ട് അറിഞ്ഞ് മനസ്സിലാക്കി നമ്മൾ പമ്പ് സെറ്റും കൂടെ വെച്ച് കൊടുത്തിരിക്കുകയാണ്. ആ ഒരു സന്തോഷത്തിന്റെ നിറവിലാണ് ഞാനിപ്പോൾ രണ്ടാമത് ഇവിടെ വന്ന് നിൽക്കുന്നത്. എത്രയും സന്തോഷമുണ്ടെന്ന് എനിക്ക് തന്നെ പറയാൻ വയ്യ. നല്ല രീതിയിൽ ഇതിന്റെ ജോലിക്കാരും എല്ലാം നല്ല രീതിയിൽ എത്രയും പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ സാധിച്ചു. പിന്നെ ഇതിന് SOCയിലെ നിങ്ങൾ ഓരോരുത്തരോടും അതുപോലെ നമ്മളെ സഹായിച്ച 100 നിറവിലുള്ള ഓരോരുത്തരോടും അതുപോലെ നമ്മളെ ബാക്കി എല്ലാ കാര്യങ്ങൾക്കും സഹായിച്ച ലോകമെമ്പാടുമുള്ള എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു.